നമസ്കാരം, ദിസ് ഈസ് CM. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാർ കാന്തല്ലൂർ റൂട്ടിലാണ്, അല്ലെങ്കിൽ മൂന്നാർ കാന്തല്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിഷ്ണു CJ, പിന്നെ കണ്ണൻ, പിന്നെ ചഞ്ചൽകുമാർ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് യാത്ര. നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ അക്ഷയ് CJ. നമ്മുടെ എല്ലാ യാത്രകളിലും പുള്ളി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ വന്നില്ല, പുള്ളി ജോലി തിരക്ക് കാരണം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള മൂന്നാറിലെ കാഴ്ചകളും കാന്തല്ലൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ആ ബെല്ലൈക്കണം തന്നെ എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീഡിയോ 3 പാർട്ടായിരിക്കും. ഒന്ന് നമ്മുടെ ഇവിടുന്ന് മൂന്നാറിലേക്ക് പോകുന്നതും മൂന്നാറിലെ കാഴ്ചകളും, പിന്നെ മൂന്നാർ ടു നമ്മുടെ കാന്തല്ലൂർ റൂട്ട്. മനോഹരമായിട്ടുള്ള വഴിയാണ്, മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് യാത്ര. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് അതായിരിക്കും. മൂന്നാമത്തെ പാർട്ട് കാന്തല്ലൂരിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും മൂന്നാമത്തെ പാർട്ട്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ആലുവ പെരുമ്പാവൂർ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ നേരെ പെരുമ്പാവൂർ പോവും. പെരുമ്പാവൂരിൽ നിന്ന് മൂന്നാറിലേക്ക് ആണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടെ നിന്നുള്ള നല്ല നല്ല കാഴ്ചകളും, പിന്നെ നല്ല നല്ല ഒരു വെള്ളച്ചാട്ടമുണ്ട്, ചീയപ്പാറ വാട്ടർഫോൾസ്, അങ്ങനെയുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളും, പ്രധാനപ്പെട്ട കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും മൂന്നാറിലേക്ക്? ഇവിടുന്ന് ഏകദേശം 105 കിലോമീറ്റർ ആണ്. ആലുവയിൽ നിന്ന് 105 കിലോമീറ്റർ ആണ് മൂന്നാർക്കുള്ളത്. പിന്നെ കാന്തല്ലൂരിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? മൂന്നാറിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ കാന്തല്ലൂരിലേക്ക് ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഇന്ന് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എത്തൂല. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാർ ചെല്ലും. മൂന്നാർ ചെന്നിട്ട് മൂന്നാർ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ ഒരു 11 മണിയോട് കൂടിയാണ് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും രാത്രിയാവും. കാടായതുകൊണ്ട് ആനയൊക്കെ ഇറങ്ങുന്ന കാടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ കാന്തല്ലൂർക്ക് പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൂന്നാറിലെ കാഴ്ചകളും ആലുവ ടു മൂന്നാർ റൂട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഗൈസ് നേര്യമംഗലം പാലം. ഇതാണ് നേര്യമംഗലം പാലം. ഒന്ന് പുറത്തേക്ക് ഇട്ടാ. ഗൈസ് നമ്മളങ്ങനെ ഹൈ റേഞ്ചിന്റെ കവാടം താണ്ടി നമ്മൾ ഹൈ റേഞ്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയുണ്ടോ. കാരണം മൂന്നാറിന്റെ ഒരു ശരിക്കും ഫീലും കാര്യങ്ങളും കിട്ടാൻ പോണത് ഇനി ഈ പാലം കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് ഇതാണ് ഹൈ റേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്നത്. നമ്മളങ്ങനെ ചീയപ്പാറ വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാർ പോണ വഴിയുള്ള ഏക വെള്ളച്ചാട്ടം. ഒരേ ഒരു വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. ഏത് പറഞ്ഞു? ഇല്ലില്ല ഗൈസ്, ഇതാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. മനോഹരമായിട്ടുള്ള ചീയപ്പാറ വാട്ടർഫോൾസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വേറൊരു വഴിയും പോകേണ്ട കാര്യമില്ല. നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമ്മളങ്ങനെ മൂന്നാർ പോകുന്ന റൂട്ടിലാണ് കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഇത് നോക്കി, കോടയൊക്കെ ഇറങ്ങി ഒരു രക്ഷയില്ല, വേറെ ലെവല്. നമ്മൾ മൂന്നാർ എത്തിയിട്ടില്ല. ഏകദേശം ഇനി നിസാര കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം ഒരു 4-3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ മൂന്നാർ എത്തും. അപ്പോൾ മൂന്നാർ പോകുന്ന റൂട്ട് നോക്കി, വേറെ ലെവലാണ് കേട്ടോ. കോടയൊക്കെ ഇറങ്ങി ഒരു രക്ഷയില്ല, വേറെ ലെവൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ക്ലൈമറ്റ്. അവിടെ കാണാൻ പറ്റില്ല നമുക്ക്. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി, അപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റുള്ളത്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഗോപ്രോയിൽ എത്ര മാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. എന്തായാലും മനോഹരമായിട്ടുള്ള ക്ലൈമറ്റാണ് മൂന്നാർ ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഇതേ നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് നടന്ന്. അപ്പോൾ എന്തായാലും മൂന്നാറിൻ്റെ ലുക്കും വേറെ ലെവലാണ്. ഇപ്പോൾ ഇതുകൊണ്ടോ അവിടെയൊക്കെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നാറിൽ. ഇപ്പോൾ കൊറോണ ആയാലും മൂന്നാർ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ അവിടെയൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാർ ഇതേ കോടയാണ്, മൊത്തം കോട. ഇപ്പോൾ സമയം എത്രയാടാ ചെഞ്ചിലെ? ഇതാണ് എൻ്റെ അടുത്തുണ്ട് ഫോണല്ല. സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി കാണും. എന്തായാലും മനോഹരമായിട്ടുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ മൂന്നാറുള്ളത്.
നമ്മൾ പ്രോപ്പർ മൂന്നാർ എത്തിയിട്ടില്ല, കുറച്ചും കൂടി പോകണം. ഒരു 4-5 കിലോമീറ്റർ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ മൂന്നാർ എത്തും. മൂന്നാർ ടൗൺ എത്തും. നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും മൂന്നാർ ടൗണിലാണ്. ഇപ്പം എന്തായാലും മനോഹരമായിട്ടുള്ള ക്ലൈമറ്റാണ് മൂന്നാർ. നമ്മളെന്തായാലും ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, മൂന്നാറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നാളെ രാവിലെ എടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ചെഞ്ചല്ലേ പറ, ചെഞ്ചലിന് പറയാനുള്ള ഒരു കണ്ടോ, ഒരു ചെറിയ പൈൻ ഫോറസ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പ്രത്യേക വൈബ്. എന്നിട്ട് നമ്മൾ ഇത്ര നേരം വന്നൊരു പെട്ടെന്നായിരുന്നു. നമുക്ക് അടിമാലി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ സൈഡിലൊക്കെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് മാറിയത്. ഭയങ്കര ഒരു തണുപ്പും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്നാണ് വൈബ് മാറി. നമ്മൾ അത്ര നേരം ചൂടൊക്കെ ആയിരുന്നു, ഇപ്പോൾ മാറി. നമ്മൾ ഇന്നലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ രാത്രിയാവും മൂന്നാർ എത്തുമ്പോൾ, അതുകൊണ്ട് രാത്രിയിലത്തെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം 9 മണിയായി. അപ്പോൾ ഞാനുള്ളത് മൂന്നാറിലല്ല, മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകത്തേക്ക് മാറിയിട്ട് പോതമേട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പോതമേട്ടിലാണ്. മനോഹരമായിട്ടുള്ള സ്ഥലം. മൂന്നാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഈ പോതമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടി വരണം. ഏകദേശം 2 കിലോമീറ്ററാണ് മൂന്നാറിൽ നിന്ന്, മൂന്നാർ ടൗണിൽ നിന്ന് പോതമേടിലേക്കുള്ളത്. അപ്പോൾ ഞാനിന്ന് സ്റ്റേ ചെയ്യുന്നത് സിംഗിൾ ട്രീ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. മനോഹരമായിട്ടുള്ള ഒരു വന്യതയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പോതമേട്ടിൽ വന്ന് നിൽക്കാൻ, ഈ റിസോർട്ടിൽ വന്ന് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് വരാം കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്യുന്നു. നമ്മുടെ പോതമേടുള്ള സ്റ്റേ കഴിഞ്ഞ് നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്യണം. ഈ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വൈബിൾ റിസോർട്ടാണ്. അടിപൊളി റിസോർട്ടാണ്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ റിസോർട്ടാണ്. നിങ്ങൾ വന്യതയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റിസോർട്ടിലേക്ക് പോരി. അടിപൊളി വൈബാണ്. ഇപ്പോൾ തലടിച്ച് വീണായിരുന്നു. പൊളി വൈബ്. അമ്മമാരോട് പാക്ക് ചെയ്യണം. എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വണ്ടിക്ക് കയറ്റണം. ചേട്ടാ, ഇവിടുത്തെ കാർഡുണ്ട്, കാർഡ് റിസോർട്ടിൻ്റെ. ഇതാണ് റിസോർട്ട്, സിംഗിൾ ട്രീ. ഓക്കെ, താങ്ക് യു. ഇവിടെ നിന്നുള്ള കയറ്റം പറ്റി രക്ഷയില്ലാത്ത കയറ്റം ഉണ്ടാ. മൊത്തത്തിൽ പൊളി വൈബാണ്. ഗോപ്രോ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, വേറെ ലെവലാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. കാട് അത് മുകളിലോ കേട്ടോ. ഗൈസ്, ഇതാണ് ഈ റിസോർട്ടിൻ്റെ നമ്പർ. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോതമേട് വരികയാണെങ്കിൽ യൂസ്ഫുൾ ആവും. ഇവിടെ ഫുഡൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ കൊറോണയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ പുറത്തു പോയി കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. കാരണം അന്ന് കൊറോണയുടെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഈ റിസോർട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ നിങ്ങൾ മൂന്നാർ ടൗണിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വരേണ്ടതായിട്ട് വരും. മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്ററുള്ളൂ ഇങ്ങോട്ട് കേട്ടോ. നമ്മളങ്ങനെ സിംഗിൾ ട്രീ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോതമേട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. നിങ്ങൾ പോതമേട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലൊക്കേഷനിൽ നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമയൊക്കെ പിടിച്ചല്ലേ, അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ പിടിച്ച റിസോർട്ടാണ്. ഇപ്പൊ ഇത് റിസോർട്ടാണ്. ആ സിനിമയിൽ ഇത് ആശുപത്രി ആയിരുന്നു.
പിന്നെ ഈ റിസോർട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടും, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടാണ്. അതിനുള്ള റിസോർട്ട് ഉണ്ട് കേട്ടോ, അടിപൊളി റിസോർട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നോക്കിയോ നിങ്ങൾ. ഇതാണ് ഗൈസ് റിസോർട്ട്. നമ്മുടെ പോതമേട് എൻഡാണത്. ഇതാണ് പോതമേട് എൻഡ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവല് വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടെ ഷട്ടിലൊക്കെ കളിക്കണ്ട കേട്ടോ. ഇത് പണ്ട് ഇത് സ്കൂളായിരുന്നു, ഇപ്പോൾ ഇത് അവർ മാറ്റി റിസോർട്ടാക്കി. ആ സിനിമയിൽ ഇത് ആശുപത്രിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, വേറെ ലെവല് വ്യൂ ആണ്. റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ അകത്തുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അകത്തുനിന്ന് ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, പെർമിഷനൊക്കെ വേണ്ടി വരും. പെർമിഷനൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകത്ത് കയറി നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളും പിന്നെ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കി, ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല, വേറെ ലെവല്, വേറെ വൈബ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മാരക റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക റിസോർട്ട്. എന്ത് വ്യൂ ആണെന്നറിയോ ഇവിടെ നിന്ന്, വേറെ ലെവല്. പക്ഷെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ, റൂമൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ സാധാരണക്കാർക്കൊന്നും പറ്റൂല. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കുക. ഇതേ ഇവിടെ ഊഞ്ഞാലൊക്കെ നൈസ് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളൊരു നാടാ. അവിടെ ഒരു ചെറിയൊരു ഷട്ടിൽ കോർട്ട് സംഭവമൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാനായിട്ട് കസാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വളർത്തണ പട്ടിയാണെന്ന് തോന്നുന്നു. ക്യാമറ പൊളി സാധനം വേറെ ലെവല് വൈബ്. ഈ തണുപ്പത്ത് ഇങ്ങനെ വന്ന് ഊഞ്ഞാലാണ് എന്ത് രസമെന്ന് അറിയും. അതും അടിപൊളി ലൊക്കേഷൻ നോക്കി, ചുറ്റിനും മലയും കോടയും. വേറെ ലെവല് കണ്ടാ, ഫോട്ടോഷൂട്ടാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, വേറെ ലെവല് വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. നിങ്ങളെന്തായാലും മൂന്നാർ വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോതമേടൊന്ന് വരാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടി വന്നു കഴിഞ്ഞാൽ 3 കിലോമീറ്റർ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. എന്തായാലും പോതമേട് വന്നം, ഈ ലൊക്കേഷനിലൊന്ന് വന്നം. ഇത് പോതമേടിൻ്റെ ഏറ്റവും അവസാനമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല. ഈ റോഡിൻ്റെ എൻഡാണ് ഈ കാണുന്ന നമ്മുടെ റിസോർട്ട്. ഈ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ അടുത്ത് അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയില്ലേ, പൃഥ്വിരാജിൻ്റെ, പുള്ളിയുടെ സിനിമ പിടിച്ച റിസോർട്ടും കൂടിയാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ടല്ല, ആ സിനിമയിലെ ആശുപത്രിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അടിപൊളിയാണ്, അടിപൊളി വൈബാണ്. ശരിക്കും സ്കൂളായിരുന്നു, ഇപ്പോൾ സ്കൂളല്ല, ഇപ്പോൾ റിസോർട്ടാണ്. എന്തായാലും വേറെ ലെവല് ലൊക്കേഷൻ ഉണ്ടോ അല്ലേ നെഞ്ചിലേ? വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി വൈബ്. ഇതേ ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി, വേറെ ലെവല്. അതിൻ്റെ മുകളിലൊക്കെ പോയി നിൽക്കാൻ പറ്റും. ആ സ്ഥലമേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ മുകളിൽ പോയി നിന്ന്, അടിപൊളിയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ കോടൊന്നുമില്ല, കുറച്ച് ഇത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സമയത്ത് ഇപ്പോൾ 11 മണി ആവറായി, അതുകൊണ്ടായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിറച്ചും കൂടെ ഇരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. അതേ
അവിടേക്ക് ഞങ്ങളൊരു പ്രാവശ്യം വന്നപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, പിന്നെ ക്ലാരിറ്റിയും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത്. അതിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. ഇതാ കാണുന്ന ഇതില്ലേ ബിൽഡിങ്, അതിൻ്റെ മുകളിൽ. അന്ന് വന്നപ്പോൾ നിറച്ചും കോടായിരുന്നു, നിറച്ചും കോട, ചുറ്റിനും കോട ഗൈസ്, ചുറ്റിനും കോട. ബാ ഗൈസ്, നമ്മളങ്ങനെ പോതമേട് വിടുന്നു. ഇനി നേരെ കാന്തല്ലൂർ.